بسم الله الرحمن الرحيم قاسم ميم تلك آيات الكتاب المبين لعلك باخع نفسك ألا يكونوا مؤمنين نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين فقد كذبوا فسيأتيهم أنباء ما كانوا به يستهزئون أولم يروا إلى الأرض كم أنبتنا فيها السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപദേശങ്ങൾ എന്ന വിഷയമാണ്. അബൂദർദ റളിയല്ലാഹു തആല അൻഹു ഹകീമു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഹകീം, തത്വജ്ഞാനി എന്ന പേരിൽ ഖ്യാതി നേടിയ സഹാബിയാണ്. അദ്ദേഹം സയ്യിദുൽ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ നേതാവ് എന്ന സ്ഥാനപ്പേരുള്ള വ്യക്തിയാണ്. വിശിഷ്യ ഡമസ്കസിൽ, ദിമഷ്കിൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് സയ്യിദുൽ ഖുർആൻ ആണ് അബൂദർദ റളിയല്ലാഹു തആല അൻഹു. അബൂദർദ അദ്ദേഹം ആമിർ ഇബ്നു സെയ്ദ് ഇബ്നു ഖൈസാണ്. അദ്ദേഹത്തിന്റെ പേര് ആമിർ എന്നാണ്. ഉവൈമിർ എന്ന അദ്ദേഹത്തിന് വിളിപ്പേരുണ്ട്. അതേപോലെ തന്നെ അബൂദർദ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്. അബൂദർദ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അൻസാരിയാണ്, മദീനക്കാരനാണ്. അദ്ദേഹം ബനു ഖസ്റജ് ഗോത്രക്കാരനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് മുമ്പ് തന്നെ ഏറെക്കുറെ മദീന നിവാസികൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ അന്ന് അബൂദർദ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഇസ്ലാമത ആശ്ലേഷം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധത്തോടനുബന്ധിച്ചാണ് അബൂദർദ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. സിയർ അലാമുൻ നുബലായിൽ ഇമാം അദ്ദഹബി അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാമത ആശ്ലേഷവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അബൂദർദ അൻസാരികളായ വിശിഷ്യ ഖസ്റജുകാരായ എല്ലാവരും ഏറെക്കുറെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അദ്ദേഹം ബൗദ്ധ വിശ്വാസിയാണ്, വിഗ്രഹ പൂജകനുമാണ്. ആ ഇടയാണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു
അബൂദർദാന്റെ വീട് സന്ദർശിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു റവാഹക്ക് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അഖബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉടമ്പടി ചെയ്തവരിൽപ്പെട്ട ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ അബൂദർദാന്റെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ആ വീട്ടിലൊരു വിഗ്രഹം കണ്ടു. അബൂദർദ ആരാധിക്കുന്ന വിഗ്രഹമാണ്. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു റവാഹയും മുഹമ്മദ് ഇബ്നു മസ്ലമയും കൂടി ആ വിഗ്രഹത്തെ തകർത്ത്, അങ്ങനെ അബൂദർദ തിരിച്ചു വന്ന് നോക്കുമ്പോ വിഗ്രഹം ആകെ പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹം പൊട്ടിക്കിടക്കുന്ന വിഗ്രഹത്തെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അദ്ദേഹം അങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ, വിഗ്രഹത്തെ വീണ്ടും പുനഃഘടിപ്പിക്കുമ്പോൾ അബൂദർദ പറയുകയാണ്, വൈഹക് ഹല്ലം തനഅത്, വിഗ്രഹത്തോട് പറയാണ്, നിനക്ക് നാശം, നിനക്ക് നിന്നെ പ്രതിരോധിച്ചുകൂടായിരുന്നോ? പൊട്ടിച്ചെറിയുമ്പോ നിനക്ക് തടുത്തുകൂടായിരുന്നോ? അല്ല ദഫഅത അൻ നഫ്സിക്, സ്വന്തത്തെ പ്രതിരോധിക്കാൻ കഴിവില്ലേ നിനക്ക് എന്ന് വിഗ്രഹത്തോട് പറഞ്ഞുകൊണ്ടാണ് വിഗ്രഹത്തെ കൂട്ടിച്ചേർക്കുന്നത്. ഈ സമയം ഉമ്മു ദർദ ഇടപെട്ട്, അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു ദർദ ഇടപെട്ട് അവർ പറഞ്ഞു, ലൗ കാന യൻഫഉ ഔ യദ്ഫഉ അൻ അഹദിൻ ദഫഅ അൻ നഫ്സിഹി, ഈ വിഗ്രഹം ഒരാൾക്കൊരു ഉപകാരമോ അല്ലെങ്കിൽ അയാളെ തൊട്ടൊരു ഉപദ്രവമോ തടുക്കുമായിരുന്നുവെങ്കിൽ ദഫഅ അൻ നഫ്സിഹി, സ്വന്തത്തെ തൊട്ട് തടുക്കുമായിരുന്നു. ഈ ചിന്ത ഉമ്മു ദർദ അബൂദർദാന്റെ മനസ്സിലിട്ട് കൊടുത്ത് സന്ദർഭോചിതമായിട്ട്. ഫഖാല അബൂദർദ, ഈ സമയം അബൂദർദ പറഞ്ഞു, അഇദി ലീ മാഅൻ ഫിൽ മുഗ്തസൽ, എനിക്ക് വെള്ളം കുളിക്കാൻ റെഡിയാക്കാൻ പറഞ്ഞു, കുറച്ച് വെള്ളം അവിടെ റെഡിയാക്കാൻ പറഞ്ഞു കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫഗ്തസല വലബിസ ഹുല്ലത, അബൂദർദ റളിയല്ലാഹു അൻഹു കുളിച്ചു, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ധരിച്ചു. സുമ്മ ദഹബ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അബൂദർദ പോയി. അപ്പോൾ അബൂദർദ വരുമ്പോ ഫനബറ ഇലൈഹി ഇബ്നു റവാഹ മുഖ്ബിലൻ, അദ്ദേഹം വരുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു റവാഹയുള്ള വിഗ്രഹം പൊളിച്ച് അദ്ദേഹത്തിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദാ അബൂദർദ, ഇദാ അബൂദർദ മാ അറാഹു ഇല്ലാ ജാഅ ഫീ തലബിനാ, അബൂദർദ വരുന്നത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടാണ്. കാരണം പെരയിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപരി ആരാധിക്കുന്ന വിഗ്രഹത്തെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യാനാണ് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ജാഅ ലിയുസ്ലിം, അബൂദർദാന്റെ വരവ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന റബ്ബി വഅദനി ബി അബൂദർദ അൻ യുസ്ലിം, അബൂദർദ ഇസ്ലാം സ്വീകരിക്കുമെന്ന് എന്നോട് റബ്ബ് വാക്ക് പറഞ്ഞിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. ഇത് അബൂദർദാന്റെ ഇസ്ലാം മതാശ്ലേഷവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇമാം ദഹബി അത് സിയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹാക്കിം മുസ്തദറക്കിൽ രേഖപ്പെടുത്തി എന്ന് അർണഊത്ത് സിയർ അലാമുൻ നുബലാഇന്റെ തഹ്ഖീഖിൽ ഇതിനെക്കുറിച്ച്, ഈ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാം മതാശ്ലേഷവുമായി ബന്ധപ്പെട്ട് നൽകപ്പെട്ട ചരിത്രമാണത്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുവാൻ കാരണം അദ്ദേഹം പൂജിച്ചിരുന്നതായ വിഗ്രഹമാണ്. അതിനെ പൊളിച്ച് തകർത്തിട്ടപ്പോൾ സ്വന്തത്തിന് തടുക്കാനായില്ല. അതിൽ അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഏതാനും ചിന്തകൾ അബൂദർദായിന് നൽകി. അത് അബൂദർദായിനെ ഇസ്ലാമിലേക്ക് ആനയിക്കുകയാണ് ഉണ്ടായത്. ഓരോ നിമിത്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹിദായത്തേകുവാൻ ഉദ്ദേശിച്ചാൽ ഓരോ നിമിത്തങ്ങൾ കനിയുന്നതാണ്. അത് ആർക്ക് നൽകപ്പെട്ടുവോ അവൻ ഭാഗ്യവാനാണ്, ആരെ തൊട്ടത് തടയപ്പെട്ടുവോ അയാളാണ് ഭാഗ്യദോഷി. ഒരു പൂജാരിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് പൂജാദ്രവ്യങ്ങൾ കൊണ്ട് താൻ ആരാധിക്കുന്ന വിഗ്രഹത്തിന് നേരെ പോവുകയാണ്. അപ്പോ അയാളുടെ പൂജാദ്രവ്യങ്ങളായിട്ടൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് വിഗ്രഹത്തിന് നേരെ പോകുമ്പോൾ ആ വിഗ്രഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ട് ഒരു നായ മൂത്രയിക്കുന്നത്. അപ്പൊ അയാൾ പറയാണ്, ആ റബ്ബു യബൂലു സാലബാനി ബിറഅസിഹി, തലയിലേക്ക് മൂത്രം ഒഴിക്കുന്ന ഒരാൾ അയാൾ റബ്ബാകാൻ പറ്റുമോ, ആരാധിക്കപ്പെടാൻ പറ്റുമോ? ലഖദ് ഹാന മൻ ബാലത് അലൈഹി സഅലബു, കുറുക്കന്മാർ അല്ലെങ്കിൽ പട്ടികൾ മൂത്രമൊഴിക്കുന്നത് തടുക്കാൻ പോലും കഴിയാത്തവൻ
എത്ര ദുർബലനായവനാണ് എന്ന് പറഞ്ഞാണ് അയാളുടെ ആ പണി നിർത്തിവെച്ചത് എന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അബൂ റജാ അൽ അതാരിദി എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തിയ കുറേ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. വിവിധം വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടുള്ളതായ കുറേ മൗഢ്യ ചിന്തകൾ അത് ബോധ്യപ്പെടുമ്പോൾ അതിൻ്റെ ആളുകൾ ഹിദായത്തിലായത്. നമ്മുടെ നാട്ടിലൊരു കുടിയനെ കുറിച്ച് പറയുന്നിട്ടില്ലേ, യേശുവിൻ്റെ പ്രതിമക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം വെച്ചപ്പോൾ ഇരുമ്പിന്റെ കാന്തം വെച്ചിട്ടുണ്ട് മിന്നൽ തട്ടാതിരിക്കാൻ വേണ്ടി. അപ്പൊ അയാൾ പറഞ്ഞു എന്നാണ്, കർത്താവ് നമ്മെ രക്ഷിക്കുന്നു, കർത്താവിനെ കാന്തൻ രക്ഷിക്കുന്നു. എല്ലാവരും രക്ഷിക്കാനാണ് കർത്താവിനെ വെച്ചിട്ടുള്ളത്, പക്ഷെ കർത്താവിന്റെ തലയിൽ കാന്തം. അപ്പൊ കള്ളുടിയൻ പറയാണ്, കർത്താവ് നമ്മെ രക്ഷിക്കുന്നു, കർത്താവിനെ കാന്തൻ രക്ഷിക്കുന്നു. അപ്പൊ ചില സമയങ്ങളിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ, അതിലെ മൗഢ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് തെളിയിച്ചു കൊടുക്കും. അത് അവർക്ക് ഹിദായത്തിന് നിമിത്തമാവുകയും ചെയ്യും. അബൂ ദർദാ റളിയല്ലാഹു തആലാന്റെ ഇസ്ലാം മത സ്വീകരണത്തിൽ ആ ഒരു പാഠം നമുക്ക് ഉൾക്കൊള്ളാനാവും. നമ്മുടെ വിഷയം അബൂ ദർദാ റളിയല്ലാഹു തആലാനുവിന്റെ സാരോപദേശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ എന്നുള്ളതാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് കുറേ ഉപദേശങ്ങൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. സലഫ് സാലിഹീങ്ങളായ മഹത്തുക്കൾ അത് വലിയ പ്രാധാന്യത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ നമുക്ക് വലിയ പാഠങ്ങളാണുള്ളത്. അത് കുറേ ഉണ്ട്. അത് കാരണത്താൽ ഇൻഷാ അല്ലാഹ് ആ വചനങ്ങൾ വായിച്ച് അതിനർത്ഥം പറഞ്ഞു പോവുകയാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അബൂ ദർദാ പറയുകയാണ്, ദുർവത്തുൽ ഈമാൻ അസ്സബ്റു ലിൽ ഹുക്ം വൽറിദാ ബിൽ ഖദർ വൽ ഇഖ്ലാസ് ലിത്തവക്കുൽ വൽ ഇസ്തിസ്ലാമു ലിറബ്ബി അസ്സ വജൽ. ദുർവത്തുൽ ഈമാൻ, ഈമാനിന്റെ പരമകാഷ്ഠ എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ ഏറ്റവും ഉച്ചി ഔന്നത്യം, അത് അസ്സബ്റു ലിൽ ഹുക്ം, വിധിയുടെ മുമ്പിൽ ഒരാൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. വൽറിദാ ബിൽ ഖദർ, ഖദാ ഖദറിൽ ഒരാൾ പ്രീതിപ്പെടുക എന്നുള്ളതാണ്. വൽ ഇഖ്ലാസ് ലിത്തവക്കുൽ, തവക്കുലാക്കുമ്പോൾ അതിൽ നിഷ്കളങ്കതയുണ്ടാവുക എന്നുള്ളതാണ്. വൽ ഇസ്തിസ്ലാമു ലിറബ്ബി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴ്പ്പെടുക എന്നുള്ളതാണ് ഈമാനിന്റെ ഏറ്റവും ഉച്ചി എന്നാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹുക്മിന്റെ മുന്നിൽ ക്ഷമിക്കുക. അള്ളാഹുവിന്റെ ഹുക്മ് കൽപ്പനയായിട്ടുണ്ട്, അത് വിരോധമായിട്ടുണ്ട്. നമ്മൾ ക്ഷമിച്ച് സഹിച്ച് ആ കൽപ്പനകളെ, വിധികളെ പ്രാവർത്തികമാക്കുക. അതേപോലെ അള്ളാഹുവിന്റെ റിദ, ഖദറിൽ റിദയുള്ള ഉണ്ടാവുക. ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധി. അതിൽ ചിലപ്പോൾ നമുക്ക് കൈപ്പുറ്റതുണ്ടായിരിക്കും, ചിലപ്പോൾ മധുരിക്കുന്നതുണ്ടായിരിക്കും. രണ്ടിലും പ്രീതിപ്പെടുക എന്നുള്ളതാണ് ഈമാനിന്റെ പൂർണ്ണത. അതേപോലെ വലിയ ഇഖ്ലാസിൽ തവക്കുൽ, തവക്കുൽ ഒരാൾ ഇഖ്ലാസ് ഉള്ളവനാവുക. തവക്കുൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്റെ അകവും പുറവും അള്ളാഹുവിൽ ഏൽപ്പിക്കലാണ്. അതിലൊരിക്കലും ഖലൽ ഉണ്ടാകാൻ പാടില്ല, കലർപ്പുണ്ടാകാൻ പാടുള്ളതല്ല. കുറച്ച് അള്ളാഹുവിലും കുറച്ച് ബദരീങ്ങളിലും കുറച്ച് അള്ളാഹുവിലും കുറച്ച് നേർച്ചക്കാരിലും ഇങ്ങനെ പാടില്ല. പിന്നെയോ തവക്കുൽ മുഴുവൻ ഇഖ്ലാസ്, അത് നിഷ്കളങ്കായിരിക്കണം. അള്ളാഹുവിൽ ഏൽപ്പിച്ചാൽ അത് മതി. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. നമുക്ക് അള്ളാഹു മതി. കാര്യങ്ങളെ ഏൽപ്പിക്കുവാൻ, അകവും പുറവും ചാർത്തുവാൻ, മനസ്സും ശരീരവും ഏൽപ്പിക്കുവാൻ എത്ര ഉത്തമനാകുന്നു അള്ളാഹു. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനം. അതാണ് ഇഖ്ലാസ്. ഏതിൽ? തവക്കുലിൽ. അത് വേണം എന്നാ പറയുന്നത്. അതേപോലെ അൽ ഇസ്തിസ്ലാം ലിറബ്ബി അസ്സ വജൽ, റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ള ഇസ്തിസ്ലാം, സമർപ്പണം, കീഴ്പ്പെടൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞില്ലേ ഖിതാൻ നടത്തുവാൻ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കുറെ വയസ്സായിട്ടും ഖിതാൻ സ്വീകരിച്ചിരുന്നില്ല. സുന്നത്ത് ചെലാകർമ്മം നിർവഹിച്ചിരുന്നില്ല. പിൽക്കാലത്താണ് അള്ളാഹു അദ്ദേഹത്തിന് അത് വിധിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? അള്ളാഹുവിന്റെ കൽപ്പന വന്ന മാത്രയിൽ ഒരു ഖദ്ദൂം എടുത്ത്, ഖദ്ദൂം എന്ന് പറഞ്ഞാൽ കോടാലി, അതുകൊണ്ടാണ് അദ്ദേഹം ഖിതാൻ ചെയ്തത്. അദ്ദേഹത്തിന് വേദനിച്ചു എന്നാണ്. പെട്ടെന്ന് ആ വിധി നടപ്പിലാക്കി. അപ്പൊ ചോദിക്കുകയാണ്, എന്തിനാണ് ഇബ്രാഹിം നിങ്ങൾ തത്രപ്പെട്ടത്? അപ്പൊ പറയണം, അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചതിൽ പിന്നെ അവന് കീഴ്പ്പെടാതിരിക്കുക എന്നതിൽ ഞാൻ വിഷമിക്കുന്നു. അതാണ് ഇസ്തിസ്ലാം, അള്ളാഹുവിലേക്കുള്ള സമ്പൂർണമായിട്ടുള്ള കീഴ്പ്പെടൽ. അത് ഈമാനിന്റെ ദിർവത്താണ് എന്നാണ് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇതേപോലെ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇപ്രകാരമുണ്ട്: ഇദാ അസ്ബഹ അർറജുൽ, ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ, ഇജ്തമഅ ഹവാഉ വ അമലുഹു, അയാളുടെ ഇച്ഛയും അയാളുടെ അമലും ഒന്നിക്കും, അന്യോന്യം കണ്ടുമുട്ടും. ഫഇൻ കാന അമലുഹു താബിഅൻ ലിഹവാ ഫയൗമുഹു യൗമു സൂ, ഒരാളുടെ അമല്
അയാളുടെ ഇച്ഛയെ തുടർന്നാണ് എങ്കിൽ, ഇച്ഛക്കനുസരിച്ചാണ് ഒരാളുടെ പ്രവർത്തനമെങ്കിൽ ഫയൗമുഹു യൗമുസു, അയാളുടെ ആ ദിവസം മോശമായ ദിവസമാണ്. ഇച്ഛക്കനുസരിച്ചാണ് ഒരാളുടെ പ്രവൃത്തിയെങ്കിൽ ഇച്ഛ പലതും പറയും. ഇച്ഛ വേണ്ടാത്തരം ചെയ്യാൻ പറയും, തന്നിഷ്ടം ഇച്ഛ വേണ്ടാത്തത് ചെയ്യാൻ പറയും. അങ്ങനെ തന്നിഷ്ടത്തിനനുസരിച്ചാണ് ഒരാളുടെ പ്രവർത്തനമെങ്കിൽ അയാളുടെ ദിവസം വളരെ മോശമാണ്. എന്നാൽ ഒരാളുടെ ഇച്ഛ അയാളുടെ അമലിനെ തുടർന്നാണെങ്കിൽ, അമലിനനുസരിച്ചാണ് അയാളുടെ ഇച്ഛയെങ്കിൽ ഫയൗമുഹു യൗമുൻ സാലിഹ്, അയാളുടെ ദിവസം അത് നല്ല ദിവസമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരാള് അയാളുടെ ഇച്ഛയെ അടക്കി ഭരിച്ചിട്ടുണ്ട് എങ്കിൽ അയാളുടെ ദിവസം അത് നല്ല ദിവസമാണ് എന്നാണ് അബൂ ദർദാ റളിയല്ലാഹു തആല പറഞ്ഞത്. ഇച്ഛക്കനുസരിച്ച് പോയിട്ടുണ്ടെങ്കിൽ അന്ന് പാതാളാണ് അയാളുടെ അവസാനം, അത് നഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഇബ്നു അബീ ലൈല അബൂ ദർദാ എഴുതിയതായിട്ട് പറയുകയാണ്. കതബ അബൂ ദർദാ ഇലാ മസ്ലമ ഇബ്നു മുഖല്ലദ് അൽ അൻസാരി, മസ്ലമ ഇബ്നു മുഖല്ലദിന് അബൂ ദർദാ ഒരു കത്ത് എഴുതി. ആ കത്തിൽ ഇപ്രകാരമുള്ളത്: സലാമുൻ അലൈക് മസ്ലമ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം, അല്ലാഹുവിൽ നിന്ന് സലാം. അമ്മാ ബഅദ് ഫഇന്നൽ അബ്ദ ഇദാ അമില ബിമഅസിയത്തില്ലാഹ്, ഒരു ദാസൻ അല്ലാഹുവിന് എതിരെ പ്രവർത്തിച്ചാൽ അബ്ഗദഹുല്ലാഹ്, അല്ലാഹു അയാളോട് ദേഷ്യപ്പെടും. ഫൈദാ അബ്ഗദഹുല്ലാഹ്, ആ മനുഷ്യനോട് അല്ലാഹു ദേഷ്യപ്പെട്ടാൽ ബഗദഹു ഇലാ ഇബാദിഹി, അല്ലാഹുവിന്റെ ദാസന്മാരിലേക്കും അല്ലാഹു ആ മനുഷ്യനെ ദേഷ്യമുണ്ടാക്കി കൊടുക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരാൾ തെറ്റ് പ്രവർത്തിച്ചാൽ അള്ളാഹു അയാളോട് കോപിക്കും. അള്ളാഹു ഒരാളോട് കോപിച്ചാലോ ദാസന്മാരെ മുഴുവൻ അയാളോട് കോപമുള്ളവരാക്കിയിട്ട് അള്ളാഹു മാറ്റും. ഇതാണ് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു മസ്ലമ ഇബ്നു മുഖല്ലദ് അൽ അൻസാരിക്ക് എഴുതിയതായ കത്തിൽ ഉള്ളതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടത്. ജുബൈർ ഇബ്നു നുഫൈർ പറയുകയാണ്, ലമ്മ ഫുതിഹത് ഖുബ്റസ്, ഖുബ്റസ് വിജയിച്ചടക്കപ്പെട്ടപ്പോൾ, ഖുബ്റസ് എന്ന് പറഞ്ഞാൽ സൈപ്രസ്, മെഡിറ്ററേനിയൻ കടലിലേക്ക് യൂറോപ്പിൽ നിന്ന് തള്ളി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഒരു ദ്വീപാണ് സൈപ്രസ്, ഖുബ്റസ് എന്ന് പറയുന്ന സ്ഥലം. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെട്ട നാവികപ്പട ആദ്യമായി ഇസ്ലാമിൽ പിടിച്ചടക്കിയ സ്ഥലമാണ് ഖുബ്റസ്. ഈ സൈപ്രസ് വിജയിച്ചടക്കപ്പെട്ടപ്പോൾ അബൂ ദർദായിനരികിലൂടെ ഒരു ബന്ദിയെ കൊണ്ടുപോയി എന്നാണ്. ആ നേരം അബൂ ദർദാ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഒരു ബന്ദിയെ പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അബൂ ദർദാ കരയുകയാണ്. അപ്പോ ജുബൈർ ബിൻ നുഫൈർ പറയുകയാണ്, ഞാൻ അബൂ ദർദായിനോട് ചോദിച്ചു, തബ്കി ഫീ മിസ്ലി ഹാദൽ യൗം അല്ലദീ അഅസ്സല്ലാഹു ഫീഹിൽ ഇസ്ലാം വഅഹ്ലഹു, മുസ്ലിമീങ്ങൾക്ക് സൈപ്രസ് കീഴ്പ്പെട്ട ദിവസമാണ് ഇന്ന്. അല്ലാഹു മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ഇസ്സത്തിലാക്കിയ പ്രതാപത്തിലാക്കിയ ദിവസമാണ്. ഇന്ന് നിങ്ങൾ കരയുകയോ? ഇന്ന് ചിരിക്കല്ല വേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ടാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അബൂ ദർദാ പറഞ്ഞു, യാ ജുബൈർ ബൈനമാ ഹാദിഹിൽ ഉമ്മത്തു ഖാഹിറത്തുൻ ളാഹിറ ഇദ് അസൗല്ലാഹ് ഫലഖൗ മാ തറ മാ അഹ്വനൽ ഇബാദ അലല്ലാഹ് ഇദാ ഹും അസൗഹു. ഈ മുസ്ലിം ഉമ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴ്പ്പെട്ട് വിനയപ്പെട്ട് ജീവിക്കുന്നത് കാരണത്താൽ ഇന്ന് നിങ്ങൾ കാണുന്ന വിജയം അത് മുസ്ലിമീങ്ങൾക്ക് നേടാനായി. എന്നാൽ മാ അഹ്വന അലല്ലാഹ് ഇദാ ഹും അസൗഹു, അള്ളാഹുവിനെ മുസ്ലിമീങ്ങൾ ധിക്കരിക്കുന്ന ഒരു നാള് വന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവരെ ശിക്ഷിക്കുവാൻ എത്ര എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വെളിപ്പെടുന്ന കീഴ്പ്പെടുന്ന ഒരു നാള് മുസ്ലിമീങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഈ വിജയം നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്. പക്ഷെ ഈ മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു നാള് വന്നാൽ പിന്നെന്താ ഉണ്ടാകുക? ഇപ്പൊ മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കാണ്. ആ നാള് വന്നാൽ മുസ്ലിമീങ്ങളെ തിരിച്ച് പിടിക്കുന്ന, മുസ്ലിമീങ്ങൾ പരാജയപ്പെടുത്തപ്പെടുന്ന ഒരു നാള് വരും. അതോർത്ത് കരയുകയാണ് എന്നാണ് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അബൂ ദർദാന്റെ മറ്റൊരു വാക്ക്, മാലി അറാ ഉലമാഅക്കും യദ്ഹബൂൻ, ഞാൻ ഇതാ കാണുന്നു നിങ്ങളുടെ പണ്ഡിതന്മാർ പോകുന്നു, മരിച്ചു പോകുന്നു. വജുഹാലക്കും ലാ യതഅല്ലമൂൻ, നിങ്ങളിൽ വിവരദോഷികൾ അവർ പഠിക്കുന്നില്ല. തഅല്ലമു, അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം. ഫഇന്നൽ ആലിമ വൽ മുതഅല്ലിം ശരീകാനി ഫിൽ അജ്ർ, കാരണം പണ്ഡിതനും പഠിതാവും കൂലിയിൽ പങ്കാളികളാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരിതാ മരിച്ചു പോകുന്നു, പാമരന്മാർ പഠിക്കണില്ല. അതുകൊണ്ട് പാമരന്മാരെ നിങ്ങൾ പഠിക്കുക. പഠിച്ചാൽ പഠിക്കുന്നവരും
പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരും പ്രതിഫലത്തിൽ പങ്കാളികളാണ് എന്നാണ് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. പണ്ഡിതന്മാർക്ക് മാത്രമല്ല, പിന്നെയോ പഠിതാക്കൾക്കും കൂലിയുണ്ട്, കൂലിയിൽ രണ്ടു കൂട്ടരും പങ്കാളികളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, ലൻ തകൂന ആലിമൻ ഹത്താ തകൂന മുതഅല്ലിമ. ലൻ തകൂന ആലിമൻ, നിനക്കൊരു പണ്ഡിതനാകാൻ സാധിക്കുകയില്ല. ഹത്താ തകൂന മുതഅല്ലിമ, നീ മുതഅല്ലിമാകുന്നത് വരെ, നീ പഠിതാവാകുന്നത് വരെ. വലാ തകൂന മുതഅല്ലിമൻ, നീ മുതഅല്ലിമാവുകയില്ല. ഹത്താ തകൂന ബിമാ അലിംത ആമില, നീ പഠിച്ചത് പ്രവർത്തിക്കുന്നത് വരെ. മുതഅല്ലിമാകണമെങ്കിൽ എന്ത് വേണം? മുതഅല്ലിം പഠിച്ചത് പ്രയോഗവൽക്കരിക്കണം, പ്രവർത്തിക്കണം. ഇന്ന അഖ്വഫ മാ അഖാഫ് ഇദാ വഖഫ്തു ലിൽ ഹിസാബ് അൻ യുഖാല ലി മാ അമിൽത ഫീമാ അലിംത. എന്നിട്ട് അബൂ ദർദാ പറയാണ്, ഇന്ന അഖ്വഫ മാ അഖാഫ്, ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇദാ വഖഫ്തു ലിൽ ഹിസാബ്, വിചാരണയ്ക്ക് വേണ്ടി ഞാൻ നിന്നാൽ, അൻ യുഖാല ലി, എന്നോട് പറയപ്പെടലാണ് എന്ത്? മാ അമിൽത ഫീമാ അലിംത, നീ പഠിച്ചത് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു എന്ന് എന്നെ വിചാരണയുടെ വേദിയിൽ ചോദിക്കലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്ന് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അപ്പൊ എന്താ അദ്ദേഹം പറഞ്ഞത്? പണ്ഡിതനാകണമെങ്കിൽ പഠിതാവാകണം, പഠിക്കണം. ഒരാൾ പഠിക്കുന്നവനാകണമെങ്കിൽ പഠിച്ചത് പ്രാവർത്തികമാക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഒരു വിഷയമാണ്. അതെന്താ? വിചാരണയുടെ വേദിയിൽ ഞാൻ നിർത്തപ്പെടുകയും എന്നിട്ട് ആ വിചാരണയുടെ വേദിയിൽ പഠിച്ചത് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ രംഗം, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്ന് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയണം. ഇപ്പൊ നമ്മൾ അറിഞ്ഞതുണ്ടല്ലോ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, കുറച്ചാകട്ടെ കൂടുതലാകട്ടെ, അതിനൊരു വിചാരണ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഅൻ ഇൽമിഹി മാദാ അമില ബിഹി, നിന്റെ അറിവ് അത് ചോദിക്കും, അതുകൊണ്ട് നീ എന്ത് അമലെടുത്തു എന്ന്. അത് ഏറ്റവും വലിയ ഒരു ചോദ്യമാണ്. അബൂ ദർദായിനെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തിയത് ആ ചോദ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും അദ്ദേഹം പറയുകയാണ്, വൈലുൽ ലില്ലദീ ലാ യഅലമു മർറ, വൈലുൽ ലില്ലദീ ലാ യഅലമു മർറ, അറിയാത്തവന് നാശം അതൊരിക്കൽ. വവൈലുൽ ലില്ലദീ യഅലമു വലാ യഅമലു സബ്അ മർറാത്ത്, അറിഞ്ഞിട്ട് അറിഞ്ഞതുകൊണ്ട് അമല് ചെയ്യാത്തവന് 7 തവണ നാശം. അറിയാത്തവന് നാശം, അറിഞ്ഞിട്ട് അറിഞ്ഞതുകൊണ്ട് അമലെടുക്കാത്തവന് 7 തവണ നാശം. ഇതാണ് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായത് എന്നാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു വചനം, അഖ്വഫു മാ അഖാഫു അൻ യുഖാല ലി യൗമൽ ഖിയാമ അഅലിംത അം ജഹിൽത, അന്ത്യനാളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഒരു ചോദ്യമാണ്. അതെന്താണ്? അഅലിംത അം ജഹിൽത, നിനക്ക് അറിവുണ്ടായിരുന്നോ അതല്ല നീ വിവരദോഷിയായിരുന്നോ, ജാഹിലായിരുന്നോ ആലിമായിരുന്നോ? ഈ ചോദ്യം ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നു. ഫൈൻ ഖുൽതു അലിംത, ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ വിവരമുള്ളവനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ, ലാ തബ്ഖ ആയത്തുൻ ആമിറത്തുൻ ഔ സാജിറ ഇല്ലാ ഉഖിതു ബിഫരീളതിഹാ, ഓരോ ആയത്തിനെ കുറിച്ചും ചോദിക്കും. ഒന്നുകിൽ ആയത്ത് കൽപ്പിക്കുന്ന അതാണ്, അല്ലെങ്കിൽ ആയത്ത് വിരോധിക്കുന്നതാണ്. ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്ന് കൽപ്പിക്കുന്ന ആയത്താണ്, അല്ലെങ്കിൽ ഇന്നത് ചെയ്യരുത് ചെയ്യരുത് എന്ന് വിരോധിക്കുന്ന ആയത്തുകളാണ്. ഇതല്ലേ അറിവ്? ഇതാണ് അറിവ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, അൽ ആമിറ ഹലി തമർത്, കൽപ്പിക്കുന്ന ആയത്തുകൾ നീ പഠിച്ചപ്പോൾ ആ ആയത്ത് കൽപ്പിക്കുന്നതനുസരിച്ച് നീ പ്രവർത്തിച്ചോ? വസ്സാജിറ ഹലി സജർത്, വിരോധിക്കുന്ന ആയത്തുകൾ നീ പഠിച്ചപ്പോൾ ആ ആയത്ത് വിരോധിച്ച കാര്യത്തിൽ നിന്ന് നീ വിട്ടുനിന്നോ? ഇതാണ് പ്രശ്നം. ഈ ചോദ്യം വരും, അത് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ഫഅഊദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഅ വനഫ്സിൻ ലാ തശ്ബഅ വദുആഇൻ ലാ യുസ്മഅ. ഫഅഊദു ബില്ലാഹ്, അതുകൊണ്ട് ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു, മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരപ്പെടാത്ത അറിവിൽ നിന്നും, വനഫ്സിൻ ലാ തശ്ബഅ, നിറയാത്ത നഫ്സിൽ നിന്നും, വദുആഇൻ ലാ യുസ്മഅ, കേട്ടുത്തരം നൽകപ്പെടാത്ത ദുആയിൽ നിന്നും ഞാൻ അള്ളാഹുവോട് അഭയം തേടുന്നു എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. അപ്പോൾ ഉപകാരപ്പെടാത്ത അറിവാണ് ഏതറിവ് എന്നറിയോ? പ്രയോഗവൽക്കരിക്കാത്ത അറിവ്. കൽപ്പനകൾ അറിവായി നമ്മൾ പഠിക്കുന്നു, വിരോധങ്ങൾ അറിവായിട്ട് നമ്മൾ പഠിക്കുന്നു. പഠിച്ചത് നമ്മൾ പ്രയോഗവൽക്കരിക്കുന്നില്ല എങ്കിൽ അത് ഉപകാരപ്പെടാത്ത അറിവാണ്. അതിൽ നിന്ന് ഞാൻ അള്ളാഹുവോട് അഭയം തേടുന്നു എന്ന് അദ്ദേഹം ദുആ ഇരക്കുകയുണ്ടായി എന്നാണ്. അബൂ ദർദായിന്റെ മറ്റൊരു ഉപദേശം അദ്ദേഹം പറയുകയാണ്, ഉത്ലുബുൽ ഇൽം, നിങ്ങൾ അറിവ് അന്വേഷിക്കണം.
വിജ്ഞാനം നിങ്ങൾ തേടണം. ഫൈൻ അജസ്തും, ഇനി വിജ്ഞാനം തേടാൻ നിങ്ങൾ അശക്തരായാൽ ഫഅഹിബ്ബു അഹ്ലഹു, വിജ്ഞാനമുള്ള ആളുകൾ ഇവിടെയുണ്ട്, വിജ്ഞാനത്തിന്റെ അഹ്ലുകാരുണ്ട്, അവരെ നിങ്ങൾ ഇഷ്ടപ്പെടണം. ഫഇല്ലം തുഹിബ്ബൂഹും ഫലാ തുബ്ഗിദൂഹും, ഇനി അവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനായില്ല എങ്കിൽ ഫലം തുബ്ഗിദൂഹും, നിങ്ങൾ അവരോട് കോപം വെച്ച് പുലർത്തരുതേ, ദേഷ്യം പുലർത്തരുതേ എന്ന് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു ഉപദേശിക്കുകയുണ്ടായി എന്നാണ്. അദ്ദേഹത്തിന് മറ്റൊരു സാരോപദേശം അദ്ദേഹം പറയുകയാണ്, യാ ഹബ്ബദാ നൗമുൽ അക്യാസ് വ ഇഫ്താറുഹും കൈഫ യഗ്ബിനൂന സഹറൽ ഹംഖ വ സൗമഹും വമിസ്ഖാലു ദർറത്തിൻ മിൻ ബിർരിൻ മാ തഖ്വ വദീൻ അഅളമു വ അഫ്ദലു വ അർജഹു മിൻ അംസാലിൽ ജിബാലി മിൻ ഇബാദത്തിൽ മുഖ്തരീൻ. എന്താ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ദർദാന്റെ ഈ ഉദ്ധരണി അദ്ദേഹത്തിന്റെ ഫളുൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ മഹത്വം എന്ന പേരിലുള്ള ആ കിതാബിൽ അതിൽ പറയുന്നത്, യാ ഹബ്ബദാ നൗമുൽ അക്യാസ്, ബുദ്ധിയുള്ള ജ്ഞാനമുള്ള ആളുകളുടെ ഉറക്കം എത്ര നല്ലതാണ്. വ ഇഫ്താറുഹും, അവരുടെ ഇഫ്താർ എന്ന് പറഞ്ഞാൽ രാത്രി നമസ്കരിക്കാതെ ഒരു പണ്ഡിതൻ, ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ രാത്രി ഖിയാമുൽ ലൈൽ ദീർഘ നമസ്കരിക്കാതെ കിടക്കുകയാണ്, അയാൾ പകലിന് നോമ്പെടുക്കണമില്ല, അതെത്ര നല്ലതാണ്. ആരേക്കാൾ? കൈഫ യഗ്ബിനൂന സഹറൽ ഹംഖ വ സൗമഹും, അവരെങ്ങനെ വിഡ്ഢികളുടെ രാത്രി നമസ്കാരങ്ങളിലും പകലിലെ നോമ്പിലും വഞ്ചിതരാകാനാണ്. അതായത് വിവരമില്ലാത്തവൻ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നുണ്ട്, രാത്രി നിസ്കരിക്കുന്നുണ്ട്, പകലിൽ നോമ്പെടുക്കുന്നുണ്ട്, വിവരദോഷത്തിലാണ് അവരുടെ നിസ്കാരവും നോമ്പും. എന്നാൽ വിവരമുള്ളവര് അവർക്ക് രാത്രി നിസ്കാരം ഏറെ കുറയല്ല, പകലിൽ നിത്യമായിട്ട് സുന്നത്ത് നോമ്പെടുക്കുക എന്നുള്ളതുമില്ല. വിവരമുള്ളവർ നിസ്കരിക്കാതിരിക്കുന്നതും നോമ്പെടുക്കാതിരിക്കുന്നതും ഫർളല്ല പറയുന്നത്, ഐച്ഛിക കർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ്, അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം വിവരദോഷി ബിദ്അത്ത് കൊണ്ടും അതേപോലെ തെറ്റായ നിലക്കാണ് എന്ത് ചെയ്യുന്നത്, കുറെ ഇബാദത്ത് എടുക്കുന്നെങ്കിലും ഇബാദത്ത് എടുക്കുന്നത്. അതിനേക്കാൾ നല്ലത് വിവരമുള്ളവർ ഇത് ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ്. ഇതാണ് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വമിസ്ഖാലു ദർറത്തിൻ മിൻ ബിർരിൻ മാ തഖ്വ വദീൻ, തഖ്വയും ദീനും, ആദർശവും തഖ്വയും ഉള്ളതോടൊപ്പം പരമാണുവിന്റെ തൂക്കം പുണ്യം ചെയ്യലാണ്. അഅ്ളമു വ അഫ്ദലു വ അർജഹ് മിൻ അംസാലിൽ ജിബാലി മിൻ ഇബാദത്തിൽ മുഖ്തറീൻ, വിവരദോഷികളായ ആളുകൾ തഖ്വയും ദീനും ഇല്ലാതെ പർവ്വത സമാനം പുണ്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠവും ഉത്തമവും മികവുറ്റവുമായത്. അപ്പോ ദീന്, തഖ്വ, ഇതിന്റെ അടിസ്ഥാനത്തിൽ പരമാണുവിന്റെ തൂക്കം ഒരാൾ പുണ്യം ചെയ്യലാണ്. തഖ്വയും ദീനുമില്ലാതെ പർവ്വത സമാനം അമലെടുക്കുന്നവരെക്കാൾ ഉത്തമമായത് എന്നാണ് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. മനസ്സിലല്ലേ? അപ്പോ ആലിമും ആബിദും ഉണ്ട്. ആലിം എന്ന് പറഞ്ഞാൽ എന്താ? അറിവുള്ളവൻ, അവന്റെ ഇബാദത്ത്. ആബിദ് എന്ന് പറഞ്ഞാലോ ഇബാദത്ത് ഉണ്ടാകും, പക്ഷെ ഇൽമ് ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? ആലിമിന് ആബിദിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ട്. പൗർണമി രാവിലെ ചന്ദ്രന് മറ്റു നക്ഷത്രങ്ങളെക്കാൾ എത്ര ശ്രേഷ്ഠത ഉണ്ടോ ആ ശ്രേഷ്ഠത ഒരു ആലിമിന് ആബിദിനേക്കാൾ ഉണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായി? കാരണം എന്താ? ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കേണ്ടത്. അത് കുറച്ചാണെങ്കിലും ശരി. ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ മാത്രം ആരാധിക്കണം. അള്ളാഹിനെ എങ്ങനെ ആരാധിക്കണം? അള്ളാഹു ശറഅാക്കിയതുകൊണ്ട് ആരാധിക്കണം. ആ രണ്ട് അടിസ്ഥാന തത്വമാണ്. ഒന്ന്, അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്. രണ്ട്, അള്ളാഹു ശറഅാക്കിയത് കൊണ്ടാണ് അള്ളാഹു ആരാധിക്കപ്പെടേണ്ടത്. ആലിം അള്ളാഹിനെ മാത്രം ആരാധിക്കും, അള്ളാഹു ശറഅാക്കിയത് കൊണ്ട്. എന്നാൽ ആബിദോ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അള്ളാഹിനെ ആരാധിക്കും, പക്ഷേ ബിദ്അത്ത് കൊണ്ട് ആരാധിക്കും. അള്ളാഹു ശറഅാക്കാത്തത് കൊണ്ട് ആരാധിക്കും. ഏതുപോലെ? ക്രൈസ്തവരെ പോലെ. ക്രൈസ്തവർ പുണ്യാള ചരിത്രത്തിൽ വലിയ ദാനികളായിരുന്നു, സന്യാസികളായിരുന്നു, ആരാധ്യന്മാരുമായിരുന്നു. പക്ഷേ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു ശറഅാക്കിയത് കൊണ്ടല്ല അവർ അള്ളാഹുവിനെ ആരാധിച്ചത്. അതുകൊണ്ടാണ് വറുഹ്ബാനിയതൻ ഇബ്തദഊഹ, ആ സന്യാസിമാർ ബിദ്അത്താക്കി ഉണ്ടാക്കിയതായ റുഹ്ബാനിയത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുക ചെയ്തത്. വലിയ ആരാധനാ കർമ്മങ്ങളാണ് അവർ ചെയ്തത് പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും അള്ളാഹു ശറഅാക്കിയതായിരുന്നില്ല. അവർ
ദീനിൽ പുതുതായി പടച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് അത് സ്വീകരിക്കുകയുണ്ടായില്ല. അള്ളാഹു ഇബാദത്ത് അർഹിക്കുന്നവനാണ്. അള്ളാഹു ശറഅാക്കിയത് കൊണ്ടുള്ള ഇബാദത്ത് അത് കുറച്ചാണെങ്കിലും ശരി. അപ്പൊ അതാണ് ഇവിടെ അബൂ ദർദാ റളിയല്ലാഹു തആല ഈ ഉദ്ധരണിയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ലൗലാ സലാസുൻ മാ അഹ്ബബ്തുൽ ബഖാ, 3 കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ദുനിയാവിൽ ശേഷിക്കൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ദുനിയാവിൽ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. ഏതാണ്? സാഅതു ബമഇൽ ഹവാജിർ, പകലിലെ ചൂടിൽ ദാഹത്തിന്റെ സമയം. വസ്സുജൂദ് ഫിൽ ലൈൽ, രാത്രിയിലുള്ള സുജൂദ്. വമുജാലസത്തു അഖ്വാമിൻ യൻതഖൂന ജയ്യിദൽ കലാം കമാ യുൻതഖ അതായിബുസ് സമർ. വമുജാലസത്തു അഖ്വാമിൻ, ഒരു വിഭാഗം ആളുകളോടൊപ്പമുള്ള കൂടിയിരിക്കൽ. ആ വിഭാഗത്തിന്റെ പ്രത്യേകത യൻതഖൂന ജയ്യിദൽ കലാം, നല്ല സംസാരം അവർ തെരഞ്ഞെടുക്കുന്നു. കമാ യുൻതഖ അതായിബുസ് സമർ, ഫലങ്ങളിൽ നിന്ന് പഴങ്ങളിൽ നിന്ന് നല്ലത് തെരഞ്ഞെടുക്കുന്നത് പോലെ. എന്താ പറഞ്ഞത്? 3 കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഈ ദുനിയാവിൽ മരിക്കാതെ ജീവിക്കണം എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്നത്. 3 കാര്യങ്ങളിൽ ഒന്ന് സാഅത്തു ബമഇൽ ഹവാജിർ എന്നാണ്. ചൂടുള്ള പകലിൽ, ദാഹിക്കുന്ന പകലിലെ സമയം എന്ന് പറഞ്ഞാൽ നോമ്പനുഷ്ഠിക്കൽ, സുന്നത്ത് നോമ്പനുഷ്ഠിക്കൽ. പിന്നെ വസുജൂദും ഫിൽ ലൈൽ, വസുജൂദ് ഫിൽ ലൈൽ, രാവിലുള്ള സുജൂദ് എന്ന ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം. മൂന്നാമത്തേത് വമുജാലസത്തു അഖ്വാമിൻ യൻതഖൂന ജയ്യിദൽ കലാം, നല്ല സംസാരത്തെ തെരഞ്ഞെടുക്കുന്നവരോടുള്ള കൂടിയിരുത്തം. എന്ന് പറഞ്ഞാൽ എന്താ? പണ്ഡിതന്മാരോട്, അറിവുള്ളവരോട് കൂടെ ഇരുന്ന് അവരിൽ നിന്നുള്ള നല്ല സംസാരം ജ്ഞാനമായി, അറിവായി സ്വീകരിക്കൽ. ഏതുപോലെ? പഴങ്ങളിൽ നിന്ന് നല്ല പഴങ്ങളെ തെരഞ്ഞെടുക്കുന്നത് പോലെ സംസാരങ്ങളിൽ നിന്ന് നല്ലത് തെരഞ്ഞെടുത്തിട്ട് അത് പറയുന്ന ആളുകളുണ്ട്, അവരോടുള്ള കൂടിയിരിക്കൽ. അതും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദുനിയാവിൽ ശേഷിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇതുപോലെ പണ്ഡിതന്മാർ മുആദ് ബിൻ ജബലും കൂട്ടരൊക്കെ പറഞ്ഞു കാണാൻ സാധിക്കും. രാത്രി നമസ്കാരം, പകലിലെ സുന്നത്ത് നോമ്പുകൾ, പണ്ഡിതന്മാരോട് കൂടിയിരുന്നിട്ടുള്ളതായ ദീൻ പഠിക്കൽ, ഇത് 3 ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദുനിയാവിൽ ശേഷിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. വീണ്ടും അദ്ദേഹം പറയുകയാണ്, അദ്റക്തുന്നാസ് വറഖൻ ലാ ശൗക ഫീഹ്, ജനങ്ങളെ ഞാൻ കണ്ടത് മുള്ളില്ലാത്ത ഇലകളായിട്ടാണ്. ഫഅസ്ബഹു ശൗകൻ ലാ വറഖത ഫീഹ്, പക്ഷെ ജനങ്ങളെ ഞാൻ കണ്ടപ്പം മുള്ളില്ലാത്ത ഇലകളായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് ജനങ്ങളെ മനസ്സിലാക്കിയത് ശൗകൻ ലാ വറഖത ഫീഹി, ഇലകളില്ലാത്ത മുള്ളുകളായിട്ടാണ്. ഇൻ നഖത്തഹും നഖദൂക്, ജനങ്ങളെ നീ നിരൂപണം നടത്തിയാൽ അവർ നിന്നെ നിരൂപണം നടത്തും. വൈൻ തറക്തഹും ലാ യത്റുകൂക്, നീ അവർ നിരൂപണം നടത്താതിരുന്നാലോ അവർ നിന്നെ ഒഴിവാക്കൂല, അവർ നിരൂപണം തുടരും. ഖീല ഫകൈഫ നസ്റ, അബൂ ദർദാ ഇത് പറഞ്ഞപ്പോ ആളുകൾ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോ അബൂ ദർദാ പറഞ്ഞു, തുഖ്രിദുഹും മിൻ അർദിക് ലിയൗമി ഫഖരിക്, നിനക്കൊരു ദാരിദ്ര്യത്തിന് നാള് വരാനുണ്ട്, ആ നാളിലേക്ക് വേണ്ടിയിട്ട് നീ നിന്റെ അഭിമാനം അവർക്ക് കടം കൊടുത്തള എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ജനങ്ങളെ കുറ്റം പറഞ്ഞാലും കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിലും ജനങ്ങൾ നമ്മളെ പറയും. അങ്ങനെ ഒരു അവസ്ഥ എത്തി. ഞാൻ ജനങ്ങളെ വെറും ഇലകളായിട്ടാണ് മനസ്സിലാക്കിയത്, മുള്ളില്ല എന്ന നിലക്ക്. പക്ഷേ ജനങ്ങളിൽ പലരും അവരോട് അടുത്ത് നോക്കുമ്പോൾ ഇലല്ല, പക്ഷേ മുള്ള് മാത്രമേ ഉള്ളൂ. ജനങ്ങളെ വെറുതെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വെറുതെ വിടുന്നില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ പറയാണ്, അവർക്ക് നീ നിന്റെ അഭിമാനത്തെ ദാനം കൊടുത്തള. എന്തിന്? ഒരു ദാരിദ്ര്യത്തിന്റെ നാള് വരാനുണ്ട് അവിടേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഒരാൾ കുറ്റം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളതിന് മറുത്ത് അയാളെ കുറ്റം പറഞ്ഞിട്ടില്ല എങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മളുടെ കുറ്റം അയാൾ പേറും, അയാളുടെ പുണ്യം നമുക്ക് തരും. എവിടെ? അന്ത്യനാളിൽ. അവിടെയാണ് നമുക്ക് ദാരിദ്ര്യം. ദാരിദ്ര്യം എന്നാൽ പൈസ ഇല്ലാത്ത അവസ്ഥയല്ല, പിന്നെ പുണ്യം നമുക്ക് വേണ്ടത്ര ഉണ്ടാവില്ല. വിചാരണ ചെയ്യാൻ നമ്മളുടെ ചെയ്തികൾ കുറെ ഉണ്ടാവും. അപ്പൊ അവിടെയാണ് നമ്മൾ ദരിദ്രന്മാർ, ആഖിറത്തിൽ വിചാരണയുടെ വേദിയിൽ. അപ്പൊ ആ ദാരിദ്ര്യത്തിന്റെ വേദിയിലേക്ക് നിന്റെ അഭിമാനങ്ങളെ നീ അവർക്ക് ദാനം ചെയ്തളാ എന്ന് പറഞ്ഞാൽ, അവര് നിന്റെ കുറ്റപ്പം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നീ അവരെ കുറിച്ച് പറയാതിരുന്നാൽ അവരുടെ പുണ്യങ്ങൾ നിനക്ക് അവിടെ വരാൻ പറ്റും. അവിടെ നിനക്ക് പുണ്യത്തിന്റെ വിഷയത്തിൽ നീ ദാരിദ്ര്യാവസ്ഥയിലായിരിക്കും. ഇതാണ് അബൂ ദർദാ റളിയല്ലാഹു തആല പറഞ്ഞത്. വളരെ യുക്തി ദീക്ഷിതമായ
സാരോപദേശങ്ങളാണ് അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിൻ്റെതായിട്ട് ഉദ്ധരിക്കപ്പെടുന്നത്. അബൂ ഖുലാബ പറയാണ്, അബൂദർദ ഒരു തെറ്റ് ചെയ്ത വ്യക്തിയുടെ അടുക്കൽ നടന്നുപോയി. ഒരു തെറ്റ് ചെയ്തൊരു വ്യക്തി അയാളുടെ അടുത്ത് നടന്നു പോവാണ്. ഫകാനു യസബ്ബൂനഹു, ആ തെറ്റ് ചെയ്ത വ്യക്തി ആളുകൾ ശകാരിക്കാൻ തുടങ്ങി, ചീത്ത പറയാൻ തുടങ്ങി. അപ്പൊ അബൂദർദ പറഞ്ഞു, ഈ ആളുകൾ ഇങ്ങനെ ശകാരിക്കാണ് ആ മനുഷ്യനെ. അപ്പൊ അബൂദർദ ഈ ആളുകളോട് പറയാണ്, അറഅയ്തും ലൗ വജദ്തുമൂഹു ഫീ ഖലീബിൻ അലം തകൂനു മുസ്തഖ്രിജി, ഈ മനുഷ്യൻ ഒരു കിണറ്റിൽ വീണെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കിണറ്റിൽ നിന്ന് നിങ്ങൾ അയാളെ വലിച്ചിടൂലെന്ന് വെച്ച്, പുറത്തേക്ക് എടുക്കൂലെന്ന് വെച്ച്. അപ്പൊ ഖാലു ബല, അവര് പറഞ്ഞു അതെ. അപ്പൊ അബൂദർദ പറയുകയാണ്, ഫലാ തസുബ്ബു അഖാക്കും, എന്നാ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ ശകാരിക്കല്ലേ, ചീത്ത പറയല്ലേ. വഹ്മദുല്ലാഹ അല്ലദീ ആഫാക്കും, അയാൾ തെറ്റ് ചെയ്ത്, നിങ്ങൾ തെറ്റ് ചെയ്തില്ല, അള്ളാഹുവിന്റെ ആഫിയത്താണത്. ഈ ആഫിയത്ത് നിങ്ങൾക്ക് നൽകി അള്ളാഹുവിനെ നിങ്ങൾ സ്തുതിക്കുക. ഖാലു, അപ്പൊ ആളുകൾ പറയാണ്, അഫലാ തുബ്ഗിദുഹു, ഈ തെറ്റ് ചെയ്ത മനുഷ്യനോട് നിങ്ങൾക്കൊരു വെറുപ്പും ദേഷ്യമൊന്നും ഇല്ലേ? ഫഖാല അബൂദർദ പറയുകയാണ്, ഇന്നമാ ഉബ്ഗിദു അമലഹു, അയാളുടെ തെറ്റിനെയാണ് ഞാൻ വെറുക്കുന്നത്. ഫൈദാ തറകഹു, അയാൾ ആ തെറ്റ് ഒഴിവാക്കിയാൽ ഫഹുവ അഖി, അയാൾ എന്റെ സഹോദരനാണ്. അപ്പൊ അയാളുടെ തെറ്റിനോടാണ് എനിക്ക് വെറുപ്പ്, ആ തെറ്റ് അയാൾ ഒഴിവാക്കിയാൽ ഫഹുവ അഖി, അയാൾ എന്റെ സഹോദരനാണ് എന്ന് അബൂദർദ റളിയല്ലാഹു തആല അൻഹു ആ തെറ്റ് ചെയ്ത വ്യക്തിയെ ശകാരിക്കുന്നത് കണ്ട ആളുകളോട് പറയുകയുണ്ടായി എന്നാണ്. അബൂദർദാന്റെ മറ്റൊരു ഉപദേശം, അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്, അഊദു ബില്ലാഹി മിൻ തഫ്രീഖത്തിൽ ഖൽബ്, ഹൃദയത്തെ ശിഥിലമാക്കുന്ന കാര്യത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. ഹൃദയത്തെ ശിഥിലമാക്കുന്ന കാര്യത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവോട് അഭയം തേടുന്നു. ഖീല, അപ്പൊ അബൂദർദാനോട് ചോദിച്ചു, മാ തഫ്രീഖത്തുൽ ഖൽബ്, ഹൃദയത്തെ ശിഥിലമാക്കുന്നത് എന്താ? അപ്പൊ അബൂദർദ പറയുകയാണ്, ഐ യുജ്അല ലീ ഫീ കുല്ലി വാദിൻ മാൽ, ഐ യുജ്അല ലീ ഫീ കുല്ലി വാദിൻ, എല്ലാ താഴ്വാരങ്ങളിലും എനിക്ക് ഉണ്ടാകലാണ് മാലിന് സമ്പത്ത്. എല്ലായിടത്തും സമ്പത്തുണ്ട് എങ്കിൽ എന്തായി? ഹൃദയം ശിഥിലമായി. ദമ്മാമിലുണ്ട്, ഖുബറിലുണ്ട്, റിയാദിലുണ്ട്, അഹ്സയിലുണ്ട്, അവിടൊക്കെ എനിക്ക് സമ്പത്തുണ്ട് എങ്കിൽ പിന്നെ എന്തായി? നേരം നീച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുറിച്ച് ആലോചിക്കും, ഇവിടുത്തെ കുറിച്ച് ആലോചിക്കും, അങ്ങനെ ആലോചിക്കും. പിന്നെ അയാളുടെ ഹൃദയം അതിൽ വിഭജിക്കപ്പെടും. അപ്പൊ അബൂദർദാന്റെ പ്രാർത്ഥന, ഹൃദയത്തെ ശിഥിലമാക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വേണ്ട, ഹൃദയത്തെ ഒരിടത്ത് കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള സ്വത്ത് മതി എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ ദുആ. വളരെ അർത്ഥവത്തായിട്ടുള്ള, എല്ലാ കാലത്തേക്കും ഫലവത്തായിട്ടുള്ളതായ ഉപദേശങ്ങളാണ് അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം. മറ്റൊരു ഉപദേശം, അഹ്ലുൽ അംവാൽ യഅകുലൂൻ വനഅകുൽ, സമ്പത്തുള്ളവർ ഭക്ഷിക്കുന്നു, നമ്മളും ഭക്ഷിക്കുന്നു. വയശ്റബൂൻ വനശ്റബ്, സമ്പത്തുള്ളവർ കുടിക്കുന്നു, നമ്മളും കുടിക്കുന്നു. വയൽബസൂൻ വനൽബസ്, സമ്പത്തുള്ളവരും ധരിക്കുന്നു, നമ്മളും ധരിക്കുന്നു. വയർകബൂൻ വനർകബ്, സമ്പത്തുള്ളവരും വാഹനപ്പുറത്തേറി നടക്കുന്നു, നമ്മളും വാഹനപ്പുറത്തേറുന്നു. വലഹും ഫുദൂലു അംവാലിൻ യൻദുറൂന ഇലൈഹ, സമ്പത്തുള്ളവർക്ക് കുറേ സമ്പത്ത് ഏറെയുണ്ട്, അവർ അതിലേക്ക് നോക്കുന്നു. വനൻദുറു ഇലൈഹ മഅഹും, ആ സമ്പത്തുള്ളവരോടൊപ്പം അവരുടെ സമ്പത്തിലേക്ക് നമ്മളും നോക്കുന്നു. വഹിസാബുഹും അലൈഹ, എന്നാൽ ശേഷിക്കുന്ന ആ സമ്പത്തിൽ അവർക്ക് വിചാരണയുണ്ട്. വനഹ്നു മിൻഹാ ബുറ, അതിൽ നമ്മൾ വിചാരണയില്ലാത്തവരും നിരുത്തരവാദികളുമാണ്. സമ്പത്തുള്ളവരും തിന്നുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, വാഹനപ്പുറത്തേറുന്നുണ്ട്, ധരിക്കുന്നുണ്ട്. നമ്മൾ സമ്പത്തില്ലെങ്കിലും നമുക്കും ഭക്ഷണമുണ്ട്, പാനീയുണ്ട്, വസ്ത്രമുണ്ട്, വാഹനമുണ്ട്. സമ്പത്തുള്ളവർക്ക് ഏറെ കുറെ ഉണ്ട്, അവരും അതിലേക്ക് നോക്കുന്നു, നമ്മളും അതിലേക്ക് നോക്കുന്നു. പക്ഷെ അവർക്ക് അതിൽ വിചാരണ ഉണ്ട്, നമുക്കതിൽ വിചാരണയില്ല എന്നാണ് അബൂദർദ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഉപദേശം, വൈലുൽ ലികുല്ലി ജമ്മാ ഫാഖിരിൻ ഫഹ് കഅന്നഹു മജ്നൂൻ. വൈലുൽ ലികുല്ലി ജമ്മാ, എല്ലാ ജമ്മാഇനും നാശം. ജമ്മാ എന്ന് പറഞ്ഞാൽ സ്വത്ത് വാരി കൂട്ടുന്നവൻ. ഫാഖിരിൻ ഫഹ് കഅന്നഹു മജ്നൂൻ, ഒരു ഭ്രാന്തനെ പോലെ തൊള്ള പൊളിച്ചിട്ട്, സ്വത്തിന് വേണ്ടിയിട്ട് തൊള്ള പൊളിച്ചോടുന്ന ഒരു വ്യക്തി, ഭ്രാന്തനെ പോലെ, അവന് നാശം. യറാ മാ ഇൻദന്നാസ്, അവൻ ജനങ്ങളുടെ പക്കലുള്ളതാണ് കാണുന്നത്. വലാ യറാ മാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ പക്കലുള്ളത് അവൻ കാണുന്നില്ല. ലൗ യസ്തതിഉ ലവസല ലൈല ബിന്നഹാർ, അവന് സാധിച്ചിരുന്നുവെങ്കിൽ അവൻ രാവിനെ പകലുമായി കൂട്ടിക്കെട്ടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? രാവും പകലും ഒരുപോലെ ആക്കുമായിരുന്നു. എന്തിന്? ജനങ്ങളുടെ പക്കലുള്ളത് വാരിക്കൂട്ടാൻ വേണ്ടി. വൈലഹു മിൻ ഹിസാബിൻ ഗലീദ് വഅദാബിൻ ഷദീദ്, കഠിനമായ ഒരു വിചാരണ വരാനിരിക്കുന്നു, കഠിനമായ ഒരു ശിക്ഷയും വരാനിരിക്കുന്നു.
അതിനെ തൊട്ട് അവന് നാശം എന്നാണ് അബൂദർദ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു ഉപദേശം, ജാ റജുലുൻ ഇലാ അബൂദർദ, അബൂദർദാന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. ഫഖാല, അയാൾ പറഞ്ഞു, ഔസിനി, എനിക്കൊരു വസിയത്ത് പറഞ്ഞാലും. ഫഖാല അബൂദർദ, അപ്പൊ അയാൾക്കുള്ള വസിയത്തായിട്ട് അബൂദർദ പറയുകയാണ്, ഉദ്കുരില്ലാഹ ഫിസ്സറ, നിന്റെ സന്തോഷത്തിന്റെ നാളുകളിൽ നീ അള്ളാഹുവിനെ ഓർത്തോ, യദ്കുറുക ഫിദ്ദറ, നിന്റെ പ്രയാസത്തിന്റെ നാളുകളിൽ അള്ളാഹു നിന്നെ ഓർക്കും. വഇദാ ദകർതൽ മൗത, മരിച്ചവരെ നീ ഓർത്താൽ, ഫജ്അൽ നഫ്സക കഅഹദിഹിം, നീ നിന്നെ അവരിൽ ഒരാളായിട്ട് നീ കണ്ടോ, നീ ആക്കിക്കോ. അതായത് മരിച്ചവരെ ഓർത്തിട്ടുണ്ടെങ്കിൽ ആ മരിച്ചവരിൽ ഒരാളായിട്ട് നീ നിന്നെ കണ്ടോ, നിനക്കും മരിക്കാനുള്ളതാണ്. വഇദാ അശ്റഫത് നഫ്സുക അലാ ശൈഇൻ മിന ദുനിയ ഫൻദുർ ഇലാ മാ യസീർ, ദുനിയാവിൽ വല്ലതിനും നിന്റെ നഫ്സ് താല്പര്യപ്പെട്ടാൽ, ഫൻദുർ ഇലാ മാ യസീർ, ഈ നഫ്സ് അതിന്റെ ഭാവി എന്ത് എന്നുള്ളത് നീ ആലോചിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മരിച്ചവരെ ഓർത്തിട്ടുണ്ടെങ്കിൽ ആ മരിച്ചവരെത്തിപ്പെട്ടവിടത്താണ് എൻ്റെ നഫ്സിന്റെ സ്ഥാനം എന്നുള്ളത് നീ മനസ്സിലാക്കിയിട്ട് ഭൗതികതയിൽ നീ വിരക്തനായിക്കോ എന്നാണ് അബൂദർദ റളിയല്ലാഹു തആല ഈ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു ഉപദേശം, ഉഅ്ബുദില്ലാഹ കഅന്നക തറ, നീ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്തോ, അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ. വഉദ്ദ നഫ്സക ഫിൽ മൗത, മരിച്ചവരുടെ കൂട്ടത്തിൽ നീ നിന്നെ എണ്ണിക്കോ. വഇയ്യാക വദഅവതൽ മദ്ലൂം, മർദിദന്റെ ദുആ നീ സൂക്ഷിച്ചോ. വഅലം, നീ അറിഞ്ഞോ, അന്ന ഖലീലൻ യുഗ്നീക് ഖൈറൻ മിൻ കസീരി യുൽഹീക്, നിനക്ക് ധന്യത പകരുന്ന കുറച്ച് സ്വത്താണ് ഖൈറുൻ മിൻ കസീരി യുൽഹീക്, അള്ളാഹുവിൽ നിന്ന് നിന്റെ ശ്രദ്ധയെ തെറ്റിക്കുന്ന കൂടുതൽ നിനക്കുണ്ടാകുന്നതിനേക്കാൾ ഉത്തമം. വഇന്നൽ ബിർറ ലാ യബ്ല, പുണ്യം നശിക്കുകയില്ല. വഇന്നൽ ഇസ്മ ലാ യുൻസ, തിന്മ മറക്കപ്പെടൂല. പുണ്യം അത് നുരുമ്പ് തീരൂല, തിന്മയോ മറക്കപ്പെടൂല. ഇത് നീ ഓർത്തോ, അറിഞ്ഞു മനസ്സിലാക്കിക്കോ എന്നാണ് അബൂദർദ റളിയല്ലാഹു തആല അൻഹു ഉണർത്തുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു ഉപദേശം, ഇബ്ന ആദം, മനുഷ്യ, തഇൽ അർള ബിഖദമിക്, നീ ഭൂമിക്കുപരിയിൽ നിന്റെ പാദം കൊണ്ട് ചവിട്ടിക്കോ. ഫഇന്നഹ അൻ ഖലീലിൻ തകൂനു ഖബ്റക്, കാരണം നീ ചവിട്ടുന്ന ഭൂമി വിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ നിന്റെ ഖബറായി മാറും. ഇബ്ന ആദം, ആദമിന്റെ പുത്ര, മനുഷ്യ, ഇന്നമാ അൻത അയ്യാം, നീ നാളുകളാണ്. ഫകുല്ലമാ ദഹബ യൗമുൻ, ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോഴും ദഹബ ബഅദുക്, നിന്റെ കുറച്ച് കുറച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇബ്ന ആദം, മനുഷ്യ, ഇന്നക ലം തസൽ ഫീ ഹദമി ഉംരിക് മിൻ യൗമി വലദത്ക ഉമ്മുക്, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച നാള് മുതൽ നീ നിന്നെ തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നാള് കഴിയും തോറും നീ നിന്നെ കുറേശ്ശെ കുറേശ്ശെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിനക്ക് ഇല്ലായ്മയുടെ മരണം വരിക്കുന്ന ഒരു നാളിലേക്ക് നീ പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ ദിവസങ്ങളാണ്, ഒരു ദിവസം കഴിഞ്ഞാൽ നിന്റെ കുറച്ച് ഭാഗം കഴിഞ്ഞ്, അങ്ങനെ നാളുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കുറച്ച് കുറച്ചായിട്ട് തീർന്ന് നിന്റെ മരണത്തിന്റെ നാളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അബൂദർദ റളിയല്ലാഹു തആല അൻഹു ഉപദേശിക്കുന്നത്. അദ്ദേഹത്തിന് 2 വരി കവിത ഇപ്രകാരം ഒരു ഉപദേശമായി വന്നിട്ടുണ്ട്. യുരീദുൽ മർഉ അൻ യുഅത മുനാഹു വയഅബല്ലാഹു ഇല്ലാ മാ അറാദ യഖൂലുൽ മർഉ ഫായിദതി വമാലി വതഖ്വല്ലാഹി അഫ്ദലു മാ ഇസ്തഫാദ. എന്താ യുരീദുൽ മർഉ അൻ യുഅത മുനാഹു, ഒരു മനുഷ്യൻ അയാളുടെ ആഗ്രഹങ്ങൾ തനിക്ക് നൽകപ്പെടണം എന്ന് അയാൾ ഉദ്ദേശിക്കുന്നു. വയഅബല്ലാഹു ഇല്ലാ മാ അറാദ, അള്ളാഹു ആകട്ടെ അവൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ നൽകുകയുള്ളൂ. ഒരു മനുഷ്യൻ തനിക്ക് ആഗ്രഹം ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നു, പക്ഷെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ അയാൾക്ക് നൽകുകയുള്ളൂ. യഖൂലുൽ മർഉ ഫായിദതി വമാലി, ഒരു മനുഷ്യൻ പറയുന്നു ഫായിദതി വമാലി, എന്റെ സമ്പത്ത്, എന്റെ നേട്ടം, ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ പറയുന്നത്. വതഖ്വല്ലാഹ് അഫ്ളലു മസ്തഫാദ, ഒരു മനുഷ്യൻ നേട്ടം കൊയ്തതിൽ ഏറ്റവും ഉത്തമമായത് തഖ്വല്ലാഹ്, അള്ളാഹുവിനുള്ള തഖ്വയാണ്, അള്ളാഹുവിന് മുമ്പിലുള്ള സൂക്ഷ്മ ജീവിതമാണ് എന്നാണ് അബൂദർദ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഉമ്മു ദർദ, അബൂദർദാവിന്റെ ഭാര്യ റളിയല്ലാഹു തആല അൻഹ, അബൂദർദാന്റെ കൂടെയുള്ള ജീവിതത്തിന്റെ നാളുകൾ
അത് ഏകദേശം അവസാന നാളുകളായപ്പോൾ ഉമ്മുദർദാ അബൂദർദായിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾക്കൊക്കെ പാടാണ്, നമ്മളൊക്കെ ദമ്പതികളാണ്, നമ്മൾക്കൊക്കെ ഇണകളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരാണ്, നമ്മളുടെ പ്രജകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ കാഴ്ചവെച്ച ഒരു മാതൃകയാണ് നമ്മൾ ഈ ചരിത്രത്തിൽ വായിക്കുന്നത്. ഉമ്മുദർദാ അബൂദർദായിനോട് ചോദിച്ചു, ഇനി ഇഹ്തജ്തു ബഅദക്, അബൂദർദാ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ കാലശേഷം എനിക്ക് വല്ല സമ്പത്തും ആവശ്യമായാൽ ആകുലു സദഖ, ഞാൻ സദഖ ഭക്ഷിക്കട്ടെ, ആളുകളിൽ നിന്ന് സദഖ വാങ്ങിയിട്ട് ഞാൻ എൻ്റെ ഉപജീവനം നിലനിർത്തട്ടെ എന്നാണ് ഉമ്മുദർദായിന്റെ ചോദ്യം. ഫഖാല അബൂദർദാ, അപ്പൊ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ലാ ഇഅ്മലി വകുലി, കൈ നീട്ടാൻ പോകരുത്, സദഖ തിന്നരുത്, ഇഅ്മലി ജോലി ചെയ്തോ വകുലി, എന്നിട്ട് ആ ജോലിയിൽ കിട്ടുന്നത് ഭക്ഷിച്ചോ. ഫഖാലത്ത് ഉമ്മുദർദാ റളിയല്ലാഹു തആല അൻഹ, അപ്പോൾ ഉമ്മുദർദാ പറഞ്ഞു, ഫഇൻ ദഅഫ്തു അനിൽ അമൽ, ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ, ഞാൻ ശോഷിച്ച് ദുർബലയായി പോയാലോ. ഫഖാല അബൂദർദാ, അപ്പോൾ അബൂദർദാ പറഞ്ഞു, ഇൽതഖതി അസുംബുൽ വലാ തവകുലി സദഖ, സുംബുൽ പെറുക്കിക്കോന്ന്. സുംബുൽ എന്ന് പറഞ്ഞാൽ കതിർ കുലകളെ തെരഞ്ഞ് പെറുക്കിക്കോ. ആളുകൾ കൊയ്തെടുത്തൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കിടക്കുന്നത്, അതേപോലെ തന്നെ അങ്ങനെ കതിർ കൊലകളെ പെറുക്കിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നത് നീ പശിയടക്കാൻ ഉപയോഗിച്ചോ. വലാ തവകുലി സദഖ, സദഖ തിന്നല്ലേ എന്ന് അബൂദർദാ ഭാര്യയെ ഉപദേശിക്കുകയുണ്ടായി എന്നാണ്. എന്താ ഉമ്മുദർദാ പറഞ്ഞത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്ന അബൂദർദാ ഖതബനി ഫതസവ്വജനി ഫി ദുനിയ, അബൂദർദാവ് ഈ ദുനിയാവിൽ വെച്ച് എന്നെ വിവാഹം അന്വേഷിച്ചു, എന്നിട്ട് എന്നെ ഈ ദുനിയാവിൽ വെച്ച് അദ്ദേഹം കല്യാണം കഴിച്ചു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഫഅന അഖ്തുബുഹു ഇലൈക്, അബൂദർദായിനെ ഞാൻ നിന്നോട് വിവാഹം അന്വേഷിക്കുകയാണ്. ഫഅസ്അലുക അൻ തുസവ്വജ്നീഹി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലും അബൂദർദായിനെ നീ എനിക്ക് എൻ്റെ ഭർത്താവായി നൽകണമേ എന്ന് ഞാൻ നിന്നോട് യാചിക്കുകയാണ് എന്ന് ഉമ്മുദർദാ പ്രാർത്ഥിച്ചു. ഇത് അബൂദർദാ കേട്ട്, അപ്പൊ അബൂദർദാ എന്താ പറയുന്നത്? ഫൈൻ അറത്തി ദാലിക്, ഉമ്മുദർദാ നിങ്ങൾ അത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഭർത്താവായി ഞാൻ സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, ഫലാ തസവ്വജി ബഅദി, ഞാൻ മരിച്ചാൽ എൻ്റെ ശേഷം നിങ്ങൾ മറ്റൊരാളെ വിവാഹം കഴിക്കരുത് എന്ന് അബൂദർദാ വസിയത്ത് ചെയ്തു തന്റെ ഭാര്യയോട്. ലുഖ്മാൻ ഇബ്നു ആമിർ റഹിമഹുള്ള പറയുകയാണ്, ഉമ്മുദർദാ നല്ല സുന്ദരിയായ ഒരു മഹദിയായിരുന്നു. അബൂദർദാ മരണപ്പെട്ട് അങ്ങനെ ഉമ്മുദർദായിനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു വിവാഹം അന്വേഷിച്ചു. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്. അമവി ഖിലാഫത്തിൽ ഒന്നാമത്തെ ഖലീഫയാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. അഫ്ദലു മുലൂക്കിൽ ഇസ്ലാം അവ്വലുഹും, ഇസ്ലാമിലെ രാജാക്കന്മാരിൽ ഒന്നാമത്തെ വ്യക്തിയാണ് മുആവിയ. വഅഫ്ദലുഹും, അവരിൽ ഏറ്റവും ഉത്തമനുമാണ് ആര്? മുആവിയ റളിയല്ലാഹു തആല അൻഹു. ഈ മുആവിയയാണ് ഉമ്മുദർദായിനെ കല്യാണം അന്വേഷിക്കുന്നത്. ലുഖ്മാൻ ഇബ്നു ആമിർ പറയാണ്, നല്ല സുന്ദരിയായ ഒരു മഹദിയായിരുന്നു ഉമ്മുദർദാ. അബൂദർദായിന്റെ മരണശേഷം ഖലീഫ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ വിവാഹം അന്വേഷിക്കുന്നത്. എന്താ ഉമ്മുദർദാ പറഞ്ഞത്? ലാ വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, വേണ്ട. മാ അതസവ്വജു സൗജൻ ഫി ദുനിയാ, ഈ ദുനിയാവിൽ ഇനി ഞാൻ മറ്റൊരു ഭർത്താവിനെ വിവാഹം കഴിക്കുകയില്ല. ഹത്ത അതസവ്വജ അബൂദർദാ ഇൻഷാ അല്ലാഹ് ഫിൽ ജന്ന, അബൂദർദായിനെ ഞാൻ സ്വർഗ്ഗത്തിൽ വിവാഹം കഴിക്കുന്നത് വരെ എന്ന് പറഞ്ഞാണ് ഉമ്മുദർദാ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ വിടുകയും അദ്ദേഹത്തിന്റെ വിവാഹാന്വേഷണത്തെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തത്. ഈ സമയം മുആവിയ റളിയല്ലാഹു തആല അൻഹു അവരോട് ഇത്തഖില്ലാഹ് വസ്ബിരി, എങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കുക, നിങ്ങൾ ക്ഷമിച്ച് സഹിച്ച് കഴിയുക എന്ന് വസിയത്ത് ചെയ്യുകയുണ്ടായി എന്നും ചില ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. അപ്പൊ ഇവിടെ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് ഉപദേശിച്ചതായ ഉപദേശം, വസിയത്ത്, അതാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. മാത്രമല്ല അബൂദർദായിനോടൊത്തുള്ളതായ ഉമ്മുദർദായിന്റെ ആ ജീവിതത്തിൽ ഉമ്മുദർദായിനുണ്ടായിരുന്നതായ ആ കൂറും ആ ഹൃദയത്തിന്റെ ബന്ധവും അത് അദ്ദേഹത്തിന്റെ മരണപ്പിറ്റേന്നും മുറിഞ്ഞില്ല, അത് നിലനിൽക്കുന്നതായിരുന്നു. മാത്രമല്ല ആ ബന്ധം ഈ ദുനിയാവിൽ വിളക്കപ്പെട്ടു, അത് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് നിലനിൽക്കുവാൻ അവർ പ്രതീക്ഷ വെക്കുകയും അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്തതാണ് നമ്മളിവിടെ കാണുന്നത്.
അതാണ് ആത്മാർത്ഥമായിട്ടുള്ളതായ സ്നേഹബന്ധങ്ങളുടെ, വൈവാഹിക ബന്ധങ്ങളുടെ, ഇഷ്ടബന്ധങ്ങളുടെ ചരിത്രം എന്ന് ഇത്തരുണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു ജനാസ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നതായ ചില വരികൾ ഉപദേശമായി ഇപ്രകാരം വന്നിട്ടുണ്ട്. ശുർഹബിൽ റഹിമഹുല്ല പറയുകയാണ്, ഇന്ന അബൂ ദർദാ കാന ഇദാ റഅ ജനാസതൻ, അബൂ ദർദാ ഒരു ജനാസ കണ്ടാൽ, ഒരു മയ്യത്ത് കട്ടിൽ നയിക്കപ്പെടുന്നത് കണ്ടാൽ, ഖാല അബൂ ദർദാ പറയും, ഉഖ്ദു ഫഇന്നാ റായിഹൂൻ, ഉഖ്ദു നിങ്ങൾ പ്രഭാതത്തിൽ പോയിക്കൊള്ളൂ, ഫഇന്നാ റായിഹൂൻ ഞങ്ങൾ പ്രദോഷത്തിൽ വരുന്നവരാണ്, വറൂഹു ഫഇന്നാ ഗാദൂൻ പ്രദോഷത്തിലാണ് ജനാസ കാണുന്നത് എങ്കിൽ പറയും നിങ്ങൾ പ്രദോഷത്തിൽ പോയിക്കോളൂ, ഞങ്ങൾ പ്രഭാതത്തിൽ നിങ്ങളുടെ പിന്നാലെ വരാനിരിക്കുന്നവരാണ്. മൗഇദത്തുൻ ബലീഗ വഗഫ്ലത്തുൻ സരീഅ, ജനാസ കണ്ടാൽ പറയും മൗഇദത്തുൻ ബലീഗ, മയ്യത്ത് കട്ടിൽ ഏറ്റവും ഹൃദയസ്പൃക്കായ ഉപദേശമാണ്. വഗഫ്ലത്തുൻ സരീഅ, പക്ഷേ പെട്ടെന്ന് മറപ്പിക്കുന്നതായ ഉപദേശമാണ്. മയ്യത്തൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന്മാരെന്ത് ചെയ്യും? ദുനിയാവ് കണ്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ മരണവും മൗത്തും ഇതൊക്കെ മറന്ന്. അതാണ് അദ്ദേഹം പറയുന്നത്. കഫാ ബിൽ മൗതി വഅയിബ, മരണം യഥാർത്ഥത്തിൽ ഉപദേശമായിട്ട് മതി. യദ്ഹബുൽ അവ്വലു ഫൽ അവ്വൽ വയബ്ഖൽ ആഖിർ, യദ്ഹബുൽ അവ്വലു ഫൽ അവ്വൽ എന്താ? ഓരോരുത്തരും ഒരാൾക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. വയബ്ഖൽ ആഖിർ, പിൻഗാമി ശേഷിക്കുന്നു. പക്ഷെ ലാ ഹിൽമ ലഹു, ശേഷിക്കുന്നവന് ഹിൽമില്ല, വിവേകമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ? ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ പിന്നാലെ പോകാൻ വരി നിൽക്കുന്നവനാണ് ഇവന് വിവേകമല്ല എന്നാ പറയുന്നത്. എന്തുകൊണ്ട്? മരണത്തിന് മുന്നിൽ എല്ലാവരും വരിയിൽ നിൽക്കുകയാണ്. ആ മുന്നിലുള്ളവരൊക്കെ മരിച്ചു പോവുകയാണ്. മയ്യത്ത് കട്ടിലേറി ഖബറിലേക്കുള്ള യാത്രയിലാണ്. ഇത് കാണുകയാണ് ബാക്കിൽ നിൽക്കുന്നവൻ. ഇനി നാളെ ഞാനാണ് ഇവനെ പിന്നാലെ പോകേണ്ടത് എന്നുള്ളത് അവന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ടും ലാ ഹിൽമ ലഹു, വിവേകമല്ല. കാരണം ദുനിയാവിൽ കണ്ണു നട്ട്, ദുനിയാവിൽ ആർത്തിപ്പൂണ്ട്, ദുനിയാവിൽ കലപിലയിൽ പ്രശ്നങ്ങളിൽ വ്യാപൃതനായി മരണത്തെ മറക്കുന്ന, തൻ്റെ യാത്രയെ മറക്കുന്ന, തൻ്റെ ഖബറിനെ മറക്കുന്ന, തൻ്റെ ജനാസയെ മറക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വരിയിൽ കാത്തു നിൽക്കുന്ന പിൻഗാമിക്കുള്ളത് എന്നാണ് പറയുന്നത്. കഫാ ബിൽ മൗതി വഅയിബ, ഒരാൾക്ക് മരണം വായിവായി ഉപദേശകനായി മതി എന്നാണ് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. എത്ര ആളുകൾ മരിച്ചുപോയി, അവരുടെ പിന്നാലെ പോകാനിരിക്കുന്നവരാണ് ശേഷിക്കുന്നവർ. എത്രയാളെ ഖബറിലേക്ക് യാത്രയാക്കി, എത്രയാളെ മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ചു, എത്രയാളുടെ മയ്യത്ത് കട്ടിലുകൾ ചുമന്നു, എത്ര ആളുകളുടെ ഖബറിലേക്ക് ഇറങ്ങി, എത്ര ആളുകളുടെ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട്. ഇതൊക്കെ മനുഷ്യനോട് പറയുന്നത് എന്താ? ഇത് നീ ഇന്ന് ചെയ്യുന്നു, നാളെ നിന്നെ കൊണ്ട് ചെയ്യാനുള്ളതാണ് എന്നാണ്. പക്ഷെ എന്നിട്ടും മനുഷ്യർ മൗത്തിൽ, മരണത്തിൽ, ജനാസയിൽ ഉപദേശം ഉൾക്കൊള്ളുകയോ ഉത്ബുദ്ധരാവുകയോ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഉഖബത്ത് അബ്ദുല്ലാഹി ഇബ്നു ആമിർ പറഞ്ഞില്ലേ, യംളി സഗീറു ഇദൻ ഖലത് അയ്യാമുഹു ഇസ്റൽ കബീരി വയൂലദുൽ മൗലൂദു വന്നാസു ഫീ ഖിസ്മിൽ മനിയതി ബൈനഹും കസ്സർഇ മിൻഹു ഖായിമുൻ വഹസീദു. യംളി സഗീർ ഇദൻ ഖലത് അയ്യാമുഹു, കുട്ടി മരിച്ചു പോകും അവന്റെ നാളുകൾ തീർന്നാൽ. ഇസ്റൽ കബീർ, വലിയവർക്ക് പിന്നാലെ. വയൂലദുൽ മൗലൂദു, കുട്ടികൾ ഇനിയും ഇവിടെ ജനിച്ചുകൊണ്ടിരിക്കും. വന്നാസു ഫീ ഖിസ്മിൽ മനിയതി ബൈനഹും, ജനങ്ങൾ മരണം അവർക്കിടയിൽ വിഭജിക്കപ്പെട്ട ആ അവസ്ഥയിൽ കസ്സർ, ഒരു കൃഷിയിടത്തെ പോലെയാണ്. മിൻഹു ഖായിമുൻ വ മിൻഹു ഹസീദു, കൃഷിയിൽ ചിലത് കൊയ്യാൻ പാകത്തിന് നിൽക്കുന്നുണ്ട്, ചിലത് കൊയ്തെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് മനുഷ്യന്മാർ മരണത്തിന്റെ വിഷയത്തിൽ. ചിലർ മരിച്ചു വീണിട്ടുണ്ട്, ചിലർ മരിച്ചു വീഴാൻ ഇവിടെ ബാക്കിയുണ്ട്. വലിയവർക്ക് പിന്നാലെ ചെറിയവർ മരണം വരിച്ച് യാത്രയാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ കഫാ ബിൽ മൗതി വഅയിബ, യഥാർത്ഥ ഉപദേശമായിട്ട് ആര് മതി? അത് മരണം മതി. അതുകൊണ്ടാണ് മരണരംഗം
അത് മനുഷ്യരുടെ കണ്ണുകളെ നനയിപ്പിക്കുന്നത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം മരണരംഗം കണ്ടിട്ട് കണ്ണീർ വാർത്തിട്ടുണ്ട്. തിരുനബിയുടെ പുത്രി സൈനബിന്റെ മകള് മരിക്കുന്ന സമയം, മനസ്സിലായില്ലേ, ഒരു തോൽസഞ്ചിയിൽ വെള്ളം നിറച്ചാൽ ആ തോൽസഞ്ചി ഇളകുന്നത് പോലെയായിരുന്നു ഹൃദയം, റൂഹ് അതിൻ്റെ ആ അവസാന സമയത്ത് നെഞ്ച് പടക്കുന്നത് എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നനയുകയാണ്, തിരുനബി കരയുകയാണ്. കൂടെയുള്ളവർ ചോദിക്കുകയാണ്, പ്രവാചകരെ നിങ്ങൾ കരയുകയോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അല്ലാഹുവിൻ്റെ റഹ്മത്താണ് എന്ന് പറഞ്ഞ് അവരോട് പ്രതികരിക്കുകയാണ്. മരണം കണ്ണിനെ നനയിപ്പിക്കും, ഖബറുകൾ കണ്ണിനെ നനയിപ്പിക്കും, ജനാസ കണ്ണിനെ കരയിപ്പിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ കരയും. അപ്പൊ ചോദിക്കുകയാണ്, നിങ്ങൾ കരയുകയോ? മയ്യത്ത് കണ്ടിട്ട് കരയാത്ത നിങ്ങൾ ഖബർ കണ്ടാൽ കരയണത് എന്താണ് ചോദിക്കുമ്പോൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖബർ പരലോകത്തിന്റെ ആദ്യ പടിയാണ്. ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ശേഷമൊക്കെ രക്ഷയാണ്. ഖബറിൽ പരാജയപ്പെട്ടാൽ ശേഷമൊക്കെ പരാജയവും കഠിനവുമാണ്. അതുകൊണ്ടാണ് കരയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ മരണം അല്ലെങ്കിൽ മയ്യത്ത്, ജനാസ, ഖബർ ഇതൊക്കെ തികഞ്ഞ ഉപദേശമാണ് എന്നാണ്. അതാണ് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉപദേശമായിട്ട് നമ്മളോട് പറയുകയും ഉണർത്തുകയും ചെയ്യുന്നത്. മൻ അക്സറ ദിക്റൽ മൗത്ത് ഖല്ല ഫറഹുഹു വഖല്ല ഹസദുഹു. ഇത് അബൂ ദർദാന്റെ മറ്റൊരു ഉപദേശമാണ് മരണവുമായി ബന്ധപ്പെട്ട്. മൻ അക്സറ ദിക്റൽ മൗത്ത്, വല്ലവരും മരണത്തെ ഓർക്കുന്നതിനെ വർദ്ധിപ്പിച്ചാൽ, മരണത്തെ ഓർക്കുന്നത് ഒരാൾ അധികരിപ്പിച്ചാൽ, വർദ്ധിപ്പിച്ചാൽ, ഖല്ല ഫറഹുഹു, അയാളുടെ നിഗളിപ്പ് കുറയും, വഖല്ല ഹസദുഹു, അയാളുടെ അസൂയയും കുറയും എന്നാണ്. രണ്ട് കാര്യമാണ് മരണത്തെ ഓർക്കുന്നതിൽ ഇവിടെ പറയുന്നത്. ഒരാൾ മരണത്തെ ഓർക്കുന്നതിനെ വർദ്ധിപ്പിച്ചാൽ, അതിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, ആസ്വാദനങ്ങളെ തകർത്തെറിയുന്ന അൽ മൗത്ത്, മരണമാകുന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഓർക്കണം എന്നല്ല, ഓർക്കുന്നതിനെ നിങ്ങൾ അധികരിപ്പിക്കണം എന്നാണ്, വർദ്ധിപ്പിക്കണം എന്നാണ്. ഇവിടെ അബൂ ദർദാ റളിയല്ലാഹു തആല പറയുന്നത് നിങ്ങൾ മരണത്തെ ഓർക്കുന്നതിനെ വർദ്ധിപ്പിക്കണം. എന്താ ഉണ്ടാകുക? ഖല്ല ഫറഹു, നിഗളിപ്പ് കുറക്കും. പിന്നെ വല്ലാതെ നിഗളിക്കൂല മരണത്തെ ഓർത്തിട്ടുണ്ടെങ്കിൽ. പിന്നെയോ വഖല്ല ഹസദുഹു, അസൂയയും കുറക്കും. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? ഹസദ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ഗുണം പടച്ചോൻ കനിഞ്ഞത്, ഒരാൾക്കൊരു നിഅമത്ത് അല്ലാഹു കനിഞ്ഞത്, അയാളിൽ നിന്ന് നീങ്ങിപ്പോകാനുള്ള ആർത്തി. ഒരാൾക്ക് പടച്ചോൻ കൊടുത്ത നിഅമത്ത് അയാളിൽ നിന്ന് പോയി പോകാനുള്ള മനുഷ്യന്റെ പൂതിക്കാണ് ഹസദ് എന്ന് പറയാം. അത് ഹാലിഖത്താണ്, മനുഷ്യന്റെ പുണ്യങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം പറഞ്ഞത് എന്താ? യഅകുലുൽ ഹസനാത്ത് കമാ തഅകുലുൻ നാറുൽ ഹതബ്. ഹസദ് ഉണ്ടല്ലോ, അസൂയ, അത് മനുഷ്യന്റെ നന്മകളെ തിന്നു തീർക്കും. തീ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെ എന്നാണ്. തീ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെ. അപ്പൊ അസൂയാലുമായിട്ട് ഒരാൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് മലക്കുൽ മൗത്തിനെ സ്വീകരിക്കുമ്പോൾ കൂടുതൽ നന്മയൊന്നും ഉണ്ടാവില്ല. അയാളുടെ ആ ദുസ്വഭാവം തന്നെ അയാളുടെ നന്മകളെ തിന്നു തീർത്തിരിക്കും. ശൂന്യഹസ്തനായിട്ട് ഒരു പരലോക യാത്രക്ക് അയാൾക്ക് നാന്തി കുറിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോ എന്തു വേണം? അസൂയ കുറയാൻ, നിഗളിപ്പ് കുറയാൻ, അഹങ്കരിച്ചുള്ള നിഗളിപ്പ്, ഞാൻ എന്ന ഭാവത്തിലുള്ള നിഗളിപ്പ്, മനുഷ്യന്മാരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ളതായ നിഗളിപ്പ്, അത് കുറയാൻ എന്തു വേണം? മരണത്തെ ഓർക്കുന്നതിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാണ് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. മരണത്തെ ഓർക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖബറുകൾ സന്ദർശിക്കാൻ പറഞ്ഞു. അലാ ഫസൂറുഹ കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ. ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നതിനെ ഞാൻ നിങ്ങളെ തൊട്ട് വിരോധിച്ചിരുന്നു. അലാ ഫസൂറുഹ, ഇനി നിങ്ങൾ ഖബറുകൾ സന്ദർശിച്ചു കൊള്ളുക. ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, ഖബർ സിയാറത്ത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കും. വതുദക്കിറുൽ ആഖിറ, പരലോകത്തെ ഓർമ്മിപ്പിക്കും. ഇതൊക്കെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ മരണത്തെ ഓർക്കുക, മരണത്തിനെ ഓർക്കുന്നതിന് നമ്മൾ വർദ്ധിപ്പിക്കുക. എന്തിന്? നിഗളിപ്പ് കുറഞ്ഞ വിനയാന്വിതമായ ഒരു ജീവിതം നമുക്കുണ്ടാകാൻ, അസൂയയില്ലാത്ത ഒരു നല്ല ഹൃദയത്തിന്റെ ഒരു ജീവിതം
ഈ ദുനിയാവിന്റെ പരപ്പിൽ നമുക്കുണ്ടാകുവാൻ. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ചേർക്കപ്പെടുന്നതായ ധാരാളം വസീയത്തുകളുണ്ട്. ആ വസീയത്തുകളിൽ അല്ലെങ്കിൽ ധാരാളം ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളിൽ ഏതാനും ഉപദേശങ്ങളാണ് നമ്മൾ ഇവിടെ കേൾക്കുകയുണ്ടായത്. അദ്ദേഹം ഹക്കീം മുഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഹക്കീം, തത്വജ്ഞാനി എന്ന പേരിൽ വിശ്രുതനായ പണ്ഡിതനാണ്, സഹാബിവര്യനാണ്. അദ്ദേഹം ഖസ്റജിയാണ്, ബനു ഖസ്റജ് ഗോത്രക്കാരനാണ്. അദ്ദേഹം അൻസാരിയാണ്, മദീനക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുമ സഹാബിയാണ്. നമുക്കൊക്കെ പാഠമാകുവാൻ ഏതാനും ഉപദേശങ്ങളാണ് നമ്മൾ ഇവിടെ മുഖവിലക്കെടുക്കുകയും കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ഉണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ കേട്ടതിൽ നമുക്കെല്ലാവർക്കും ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖിലേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും പ്രീതിപ്പെട്ട നമ്മുടെ സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങളിൽ റബ്ബിന് ഏറ്റവും പ്രീതിപ്പെട്ട നമ്മുടെ കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. മോശമായ അന്ത്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും കൺകുളിർമേറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളിലൂടെ നമ്മുടെ ഉമ്മവാപ്പന്മാർക്ക് ഈ ദുനിയാവിലും നാളെ റബ്ബിന്റെ ആഖിറത്തിലും കൺകുളിർമേറ്റി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.